പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, കാലാനുഗതമായി പാർട്ടി സമൂഹത്തെ പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ചതിന് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ പാർട്ടിയിൽ നിന്ന് ഇത് ആദ്യമായിട്ട്. എന്നൊക്കെ ചിലർ പറയുന്നു. എനിക്കാണ് 2 ഇൻക്ലാബ് വിളിക്കായിട്ട് ഒരു സുഖമില്ല. പോട്ടെ. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കൂടി വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ പാർട്ടി 25 പൊറോട്ടയെ കുറിച്ച് മീൻചാരം എടുത്തോളി. അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. ഓരോ കമ്മ്യൂണിസ്റ്റ് ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാണ്ട് പ്രവർത്തിച്ച പുള്ളറാ. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു പാർട്ടിക്കാർ പുറത്താക്കിയേ? നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ ഈ ചന്ദ്രേട്ടന് ഭയങ്കര വിഷമമുണ്ടടാ. മക്കളെ, ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട. ഈ ചന്ദ്രേട്ടനുണ്ട്, ചന്ദ്രേട്ടൻ്റെ പാർട്ടിയുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ് എപ്പോൾ കൊടുത്തെന്ന് വെച്ചാൽ പോരെ. റെഡിയായി. നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നെ ആരെയും പുറത്താക്കും. അപ്പോൾ പെങ്ങളുടെ പേരൊക്കെ നിങ്ങൾ എഴുതിക്കോളി. ശരിക്കും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ. കുറേ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാർട്ടി സഖാക്കളായത്. അല്ലാതെ റോട്ടിൽ കൂടെ പോണവരേക്ക് വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ പാർട്ടിയിൽ ആളെ കൂട്ടല്. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ടേ, നിരാഹാര സമരത്തിന് പോവാം. ഇന്ന് ഏത് സിനിമാടന്റെ വീട്ടിലാ നിരാഹാരം? സമരം ചെയ്യുക, സെൽഫി എടുക്കുക. പ്രാദേശികമായി ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര വിപ്ലവകാരിയായിരുന്നു സഖാവ് കേളപ്പേട്ടൻ. ചോദിച്ചിട്ട് വയ്യല്ലോ. നിനക്കെന്താണ് എന്നെ പറ്റി പറഞ്ഞിട്ട് ഒരു ഉഷാറില്ലാത്തത്? അങ്ങോട്ട് നോക്ക്, കേക്ക്. ഞാൻ തന്നെ കോരിത്തരിച്ച് ഇതാ നോക്ക്, രോമങ്ങനെ പൊന്തി വരുന്നു. ഏത് തെണ്ടിയാണ് ഈ കട്ടൻ ചായ പാർട്ടിന്റെ ഔദ്യോഗിക പാനിയാക്കിയത്? നടക്ക്. ദിനേശ,
കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓ വേണ്ട, അമ്മ അവിടെ കാത്തിരിക്കണ്ടോ. ബാ മോനെ കേറി, കുറച്ച് കഞ്ഞി എടുക്കാം. വേണ്ടമ്മ, പിന്നെ പോവാം. എന്താടാ ഗിരി, നീ എന്നൊന്നും അങ്ങോട്ട് ആക്കി തരുമോ? ആക്കി തരുമോ? ഇതെന്താണ് എല്ലായിടത്തും ഉണ്ടല്ലോ. എന്നെ വെറുതെ വിടൂലേ? ഒന്ന് പോയി തരൂ. എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എൻ്റെ പൊന്ന് സഖാവേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മൂഡ് തീ പിടിച്ചിരിക്കുക. എനിക്ക് നിങ്ങളെയും കൂടെ സഹിക്കാൻ വയ്യ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഞാനും ഇവിടെ എത്തിയത്. നീ ആ കുന്നരാൻ്റെ അടുത്ത് കുത്തി കളിക്കാണ്ടേ അവളെ ചെന്ന് കാണ്. നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത്? ഇതാ മാഡം അയച്ചെന്നെയാ. ഇത് കൊള്ളാലേ സാധനം. രേണു, അത് എടി നീ ഇങ്ങനെ കരയല്ലേ? ചെല്ല്, പോയി സംസാരിക്കേ. ചുമ്മാ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ? എടി ഞാനൊന്ന് ഞാൻ അപ്പുറത്തുണ്ടാവും, ഈ സംസാരിക്കേ. ദിനേശേട്ടാ, എന്താ എൻ്റെ കല്യാണോടാ. താങ്ക് യു. എന്നിട്ട് വിളിയൊക്കെ കഴിഞ്ഞാ? ഞാൻ പഠിച്ച കോളേജല്ലേ, അപ്പോൾ കുറച്ച് പേരെ വിളിക്കാനുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശരി എന്നാ ശരി, ഓക്കെ. അപ്പൊ മൂപ്പര് രേണുവിനെ വിട്ട? എന്നാലും നല്ല തീരുമാനമായി. താങ്ക് യു. എന്നെ പോലത്തെ ഒരു ദുരന്തത്തിന്ന് കരയേറാൻ പറ്റിയല്ലോ. എന്ത് സിനിമ ഡയലോഗാണ് അടിക്കണ? പടം തീരാറായി. നീ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും പറ അല്ലേ? എടോ, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമുള്ളത്? വെറുതെ എന്തിനാ ചൊറിയണ പാവം ജനലിന്? ശരിക്കണത് വല്ലതും പറ്റുമോ ജനലിങ്ങനെ? അല്ലേ കല്യാണം കഴിക്കല്ലേ? പുഷ്പം പൂക്കുന്ന രാവിൽ മാറിട്ടും പെണ്ണുങ്ങൾ മാത്രം താമസിച്ചു കൊടുത്ത് ഒളിഞ്ഞു നോക്കുന്ന എനിക്ക്
എന്താ മോളെ? അമ്മേ ആടെ ഒരാള് ഗിരിയേട്ടനെ ഓടിച്ചു വിട്ടെ. പാതിരാത്രിക്ക് ഓരോരുത്തന്മാർ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലേനു. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടക്ക് മുങ്ങും പിന്നെ പൊങ്ങും. എന്തായാലും നിന്റെ കാര്യമൊക്കെ നടത്തിയില്ലേ? നിനക്ക് പേടി വേണോ? ഏയ് ഞാൻ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും, അത്രേ ഉള്ളൂ. ഈ ബീഡിയിലേക്കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല. എൻ്റെ പ്രണയത്തിന് പോലും ഈ ബീഡിയുടെ മണ. ചിരു അയാൾ പുറകെ വരുന്നുണ്ട്, നീ ചെന്ന് പറഞ്ഞിട്ട് വാ. അതൊരു പാവം നമ്പ്യാരൂട്ടിയാ. വലിയൊരു തറവാട്ടി പറഞ്ഞിട്ടും ഇതുപോലൊരു ബീഡി തെറുപ്പ് കേന്ദ്രത്തിൽ വന്ന് പണിയെടുക്കണമെങ്കിൽ അതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേ. വലിയ കഷ്ടാ. അവക്കേ 7 ചൊവ്വയത്രേ ജാതകദോഷം. ചൊവ്വയോ? ആമ്പ്ര. ജാതകദോഷം. എന്നിട്ട് ചിരിക്കണ്ടാമ്പ്ര. അല്ലാണ്ട് എങ്ങനെയാ 2 ഭർത്താക്കന്മാരും മരിക്കുക? ദോഷം ചാർത്തി കൊടുത്തവരെന്നെ ഒളിഞ്ഞും പതുങ്ങിയും ചായ്പിൽ ഉപദ്രവിക്കാൻ ചെന്നു തുടങ്ങിയപ്പോഴാ എന്റെ കൂരയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. അതൊരു പാവ. ഇങ്ങനെ പിന്നാലെ നടക്കണത് അവർക്ക് ഇഷ്ടമല്ലാന്ന് പറയാൻ പറഞ്ഞു. അതിന് വിട്ടേക്ക് അമ്പ്ര. തമ്പ്രാന്റെ കുളി കഴിഞ്ഞ് വെള്ളം കോരിത്തരാന്നാ പറയുന്നത്. മോനോടെ നിൽക്ക്. ഈ തമ്പ്രാന്റെ കുളിപ്പിളങ്ങാൻ കഴിയോ? ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞു വെള്ളം കിട്ടാൻ. എനിക്ക് കുടിക്കാൻ പോയി വെച്ച വെള്ളത്തിൽ അറിയാണ്ടാവൻ ഇവനെന്താ പൊട്ടനാ? ഇവനറിയൂലെങ്കിൽ അനക്കറിയൂലേ? ഇനി എന്റെ വെള്ളം തരുന്നതേ എന്റെ ഔദാര്യാണ്. രാവിലെ തന്നെ കൊടവും കലായി ഇറങ്ങും അശ്രീരങ്ങള്. എന്താ പ്രശ്നം? തമ്പുരാന് കുളിക്കാൻ വെച്ച വെള്ളത്തില് കുഞ്ഞു നീറിട്ടു. ദാഹിച്ചിട്ടാണേ പാവം. ഇനി ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് കിട്ടൂല. വെള്ളം ഭൂമിയിൽ നിന്ന് ഉടയ്ക്കുന്നതാ, അല്ലാതെ തന്റെ തന്തയുടെ തൊള്ളന്നല്ല. ഇനി കുഞ്ഞിനെങ്ങാനും തൊട്ട് ആ കഴിഞ്ഞാൻ വെട്ടും. ഇത് കാലം മാറി. നിന്നെ പൊട്ടാന്ന് വിളിച്ച തമ്പുരാനെ നീ കീഴാളനാക്കണം. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരൊറ്റ വഴിയുള്ളൂ. എന്താ അറിയോ? തമ്പുരാൻ ആകെ പേടിയുള്ളത് ഒരൊറ്റ കാര്യത്തിന്, ദൈവത്തിന്. അതുകൊണ്ട് അയാൾ നിന്നെ വിളിച്ച പേര് എന്നെ മതി നിനക്ക്. പൊട്ടൻ. വെറും പൊട്ടനല്ല, പൊട്ടൻ തെയ്യം. അപ്പം നീ ദൈവമാവും. താഴ്ന്നയും മുന്തിയും ജാതി ഒന്നും ഇല്ലാണ്ടാവും. ജന്മി വന്ന് നിന്റെ കാലിൽ വീഴും. അന്നേരം നിനക്ക് അവനോടൊന്നും പറയാം, അവനോടൊന്നും ചോദിക്കാൻ ചെയ്യും. അപ്പം നീ ആരാ? പൊട്ടൻ തെയ്യം.